ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്മി പാർട്ടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചാരണ രംഗത്ത്. ബിജെപി ജയിച്ചാലും പ്രശ്നമില്ല, എ തോൽക്കണമെന്ന നിലപാടിലാണ് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം. തിങ്കളാഴ്ച സീലംപൂരിലെ പ്രചാരണ പരിപാടിക്ക് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച രാഹുൽ ചൊവ്വാഴ്ചയും എ രൂക്ഷമായി വിമർശിച്ചു. അതേസമയം രാഹുലിന്റെ അധിക്ഷേപങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമമെങ്കിൽ രാജ്യത്തെ രക്ഷിക്കാനാണ് തന്റെ ശ്രമമെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. മോദിയെ പോലെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തയാളാണ് കെജ്രിവാൾ എന്ന് സീലംപൂരിൽ രാഹുൽ പറഞ്ഞു. ഡൽഹിയിൽ അഴിമതിയും മലിനീകരണവും വിലക്കുറവും വർദ്ധിക്കുകയാണ്. അദാനി അഴിമതിയെക്കുറിച്ച് കെജ്രിവാൾ ഒന്നും പ്രതീക്ഷിച്ചില്ല. അദാനിയെയും പോലുള്ള സമ്പന്നർക്കാണ് കെജ്രിവാൾ പ്രവർത്തിക്കുന്നത്. ഡൽഹിയിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയാണ്, രാഹുൽ പറഞ്ഞു. ചൊവ്വാഴ്ച ഡൽഹിയിലെ ചില പ്രദേശങ്ങൾ സന്ദർശിച്ച രാഹുൽ അതിന്റെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ടും കെജ്രിവാളിനെ വിമർശിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കെജ്രിവാളിനെ പ്രശംസിച്ച രാഹുലാണ് മാസങ്ങൾക്ക് ശേഷം നിലപാട് മാറ്റിയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും ജയിച്ചിട്ടില്ല. 2020 തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം 4.6 ഇടിഞ്ഞു. നിലവിലെ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ കോൺഗ്രസിനില്ല. എന്നാൽ എ ഇക്കുറി തോറ്റാൽ ഡൽഹിയിൽ നഷ്ടമായ സ്വാധീനം കുറച്ചെങ്കിലും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് പ്രതീക്ഷ. എന്നാൽ കോൺഗ്രസ് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചാൽ അത്യാധിക നേട്ടം ബിജെപിക്കായിരിക്കും, പിന്തുണ കെജ്രിവാളിനും. എൻസിപി ബിജെപിക്കെതിരെയും യോജിച്ച പോരാട്ടം എന്ന ലക്ഷ്യം മറന്ന് ഡൽഹിയിൽ ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്ന കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി ഇന്ത്യൻ കൂട്ടായ്മയിലെ കൂടുതൽ കക്ഷികൾ രംഗത്ത്. സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾക്ക് പുറമെ എൻസിപി, ശരത് പവാർ വിഭാഗവും എപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ കൂട്ടായ്മയെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് താൽപര്യം കാട്ടുന്നില്ലെന്ന് മഹാരാഷ്ട്രയിലെ മറ്റൊരു ഘടകകക്ഷിയായ ശിവസേന വിമർശിച്ചു.